പ്ലാൻ മോണിറ്ററിങ്ങിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ, ഒരു സാമ്പിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വർക്കിംഗ് ഡെമോ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു മോട്ടറുണ്ട്, ഒരു ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ സെൻസർ. ഇതൊരു പി എച്ച് സെൻസർ ഇല്ല, അതിന് ഇച്ചിരി വില കൂടുതലാണ്. അപ്പം അതിന് പകരം ഒരു പോർട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ഡിസ്പ്ലേയിൽ ചേഞ്ച് ആകും. എൻ്റെ മോട്ടറിൻ്റെ കൺട്രോളർ, ഒരു സോയിൽ മോയ്സ്ചർ സെൻസർ ഉണ്ട് ഇതിൻ്റെ അകത്ത് താഴെ. ഇവിടെ ഒരു പോർട്ടിൻ്റെ ടെമ്പറേച്ചർ സെൻസർ വേറെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഇവിടെ ഒരു ലൈറ്റ് ലെവൽ സെൻസർ. നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പൈപ്പിൻ്റെ അകത്ത് ഒരു 30 mm. ആ പൈപ്പ് മേടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് ചെറുതായിപ്പോയി. കാരണം ആ ബോർഡ് ഇച്ചിരി വലിയ ബോർഡാണ് എൻ്റെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ആണുള്ളത് ആ മൈക്രോ കൺട്രോൾ ബോർഡ് ഉള്ളത്. ഇത് മൈക്രോ കൺട്രോളറാണ് ഈ ഒരു പോർട്ടിനെ കൺട്രോൾ ചെയ്ത്. ഇതാണ് നമ്മുടെ സെൻട്രൽ സെർവർ. ഈ സെർവറിലേക്ക് വൈഫൈ വഴി, അതായത് വൈഫൈ ആക്സസ് പോയിന്റ് ഉണ്ട്. ആ ആക്സസ് പോയിന്റും ഇതിലുള്ള ESP32 ബോർഡും കമ്മ്യൂണിക്കേറ്റ് ആവും. ഇതേ സൈസിലുള്ള ബോർഡാണ് അതിൻ്റെ അകത്തുള്ളത്. ഇതിൽ ചെറിയ ബോർഡുണ്ട്, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് ഈ പൈപ്പിന്റെ സൈസ് ഇച്ചിരി കൂടെ വലുതാകണമായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു പവർ, ഇതിന് വേണ്ടിയിട്ടുള്ള പവർ നേരെ USB ചാർജറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. മോയ്സ്ചർ ഡൗൺ ആകുമ്പോഴത്തേക്ക് നേരെ പമ്പ് സ്റ്റാർട്ടാകും. ഇതിൻ്റെ അകത്താണ് നമുക്ക് അതെല്ലാം റൺ ചെയ്യുന്നത്. നോട്ട്, അതുകൂടാണ്ട് വെബ് ഇന്റർഫേസ്, ഇതിൻ്റെ വെബ് ഇന്റർഫേസ്. പിന്നെ സ്പേസ് ലിങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പേസ് ലിങ്ക് യൂസ് ചെയ്തിട്ട് ബാക്ക്നെറ്റ് ഡാറ്റ ഡെമോ ചെയ്തിട്ടുണ്ട്. ബാക്ക്നെറ്റ് പുൾ ചെയ്യുന്നുണ്ട്, മോഡ്ബസ് പുൾ ചെയ്യുന്നുണ്ട്, KNX ഡാറ്റ. ഈ 3 പ്രോട്ടോക്കോളും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഒക്കെയാണെങ്കിൽ ഇതിൽ മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് സെൻസർ ചെയ്ത് കിട്ടുന്നത്. KNX, പിന്നെ വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് മോഡ്ബസ്. അപ്പോൾ ഈ 3 പ്രോട്ടോക്കോൾ ഇതിൻ്റെ അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. വൈഫൈ ഉണ്ട്, MQTT ഉണ്ട്, ഇൻഫ്ലക്സ് ഡാറ്റ ബേസ് ഉണ്ട്, അതിൻ്റെ അകത്ത് റൺ ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ പ്ലാൻ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഹോം പേജ്. ഈ റാസ്ബെറി പൈയിലേക്ക് ഡയറക്റ്റ് എത്തർനെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ നെറ്റ്വർക്കിൽ, എൻ്റെ ഹോം നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്നു. ഇതിൽ ആക്ച്വലി ഡോക്കറാണ് റൺ ചെയ്യുന്നത്. ഡോക്കർ വിർച്വൽ മെഷീൻ്റെ അകത്ത് ഒന്ന് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള വെബ് ഇന്റർഫേസ് Node.js ചെയ്താണ് ഈ വെബ് ഇന്റർഫേസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് Node-RED ബാക്ക് എൻഡ് എഞ്ചിനായിട്ട് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഡാറ്റ സോഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് Node-RED യൂസ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ എവിടെ നിന്നൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് നമ്മുടെ ആ സെൻസർ ഇല്ലേ, പോർട്ടിൽ കാണിച്ച മൈക്രോ കൺട്രോളറില്ലേ, ആ മൈക്രോ കൺട്രോളർ MQTT സെൻസർ കളക്ട് ചെയ്ത് അവിടെ നേരെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ പമ്പ് സെറ്റിങ് കാര്യങ്ങളെല്ലാം, സെൻസറും ഡാറ്റയും അതിൻ്റെ ഓൺ ഓഫ് ഫംഗ്ഷനും എല്ലാം കോൺഫിഗർ ചെയ്തിരിക്കുന്ന ഈ ഫ്ലോയിലാണ്. അത് കഴിഞ്ഞിട്ട് ബാക്ക്നെറ്റ് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് എവരി 60 സെക്കൻഡിൽ, ഇത് 60 സെക്കൻഡ് അല്ല ഇത് ചെയ്തിരിക്കുന്നത്, ഇത് നമ്മൾ ചെയ്തത് 30 സെക്കൻഡ്. ഓക്കെ, എവരി 30 സെക്കൻഡിൽ ഇനിഷ്യേറ്റ് ചെയ്യും. അങ്ങനെ ഡാറ്റ റീഡ് ചെയ്യും, അതിനെ അസംബിൾ ചെയ്യും, അതിനെ MQTT പോർട്ട് 2 ഡാറ്റയായിട്ട് പുഷ് ചെയ്യും. KNX ഡാറ്റയാണ്. സ്പേസ് ലിങ്കിൽ നിന്നാണ് ഇതെല്ലാം, സ്പേസ് ലിങ്കിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. KNX ഡാറ്റയാണ് ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. ഇത് നേരെ സെയിം മെസ്സേജ് തന്നെ പോർട്ട് 3 പേലോഡ് അസംബിൾ ചെയ്ത് MQTT പുഷ് ചെയ്യും. ഇത് വന്നിട്ട് ബാക്ക്നെറ്റിൽ പോഡ് 3 ഡാറ്റ പോഡ് 4 ആയിട്ടെടുത്ത് അതിൽ നിന്ന് ഡാറ്റ എടുത്തു പോകും. ഈ ഡാറ്റ എല്ലാം MQTT പുഷ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഇൻഫ്ലക്സ് DBയിലേക്കും പുഷ് ചെയ്യുന്നുണ്ട് ഡാറ്റ. ഇവിടെ പോയി കഴിഞ്ഞാൽ അഡ്മിൻ 1 2 3 4 ഇതിലാണ് പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3, 4 4 പോർട്ടിന്റെ ഡാറ്റ 15 മിനിറ്റ്സിന്റെ ഇപ്പോൾ പാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് 4 പോർട്ടിന്റെ ഡാറ്റ പുഷ് ചെയ്യുന്നു. ഇവിടെ MQTT ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ MQTTയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്കലി റൺ ചെയ്യുന്നത്, അത് ഇതിൻ്റെ അകത്ത് തന്നെ റൺ ആകുന്നുണ്ട്. ഈ റാസ്ബെറി പൈക്കകത്ത് തന്നെ അത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് MQTTയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഈ സെൻസർ ഡാറ്റ, ഈ സെൻസറിന്റെ ഇവിടെ നിന്ന് വരുന്ന സെൻസറിന്റെ ഡാറ്റ ഫുള്ള് വരുന്നത് ഈ MQTT അല്ല ഇൻഫ്ലക്സ് DBയിലേക്ക് പുഷ് ചെയ്ത്, MQTT ത്രൂ ഇൻഫ്ലക്സ് DBയിലേക്ക് പുഷ് ചെയ്തിട്ടാണ് ആ ഡാറ്റ ഫുള്ള് കിട്ടുന്നത്. അവിടെ സ്പേസ് ലിങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒന്ന് ഒബ്ജക്ട്സ്, ഇതെല്ലാം പോർട്ട് 2, പോർട്ട് 3, പോർട്ട് 4 KNX ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ പോർട്ട് 3 സെൻസർ
ക്യാൻസൽ. ഇവിടെ ഇത് പോർട്ട് 3യുടെ KNX സെൻസർ സിമുലേഷൻ ആണ്. അതൊരു റെസിഡന്റ് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ അകത്താണ് റൺ ചെയ്യുന്നത്. ഡാറ്റ ഇതെല്ലാം ലുവയിലാണ് ചെയ്തിരിക്കുന്നത്, ലുവ സ്ക്രിപ്റ്റിംഗിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്കെഡ്യൂൾഡ് വണ്ണിൻ്റെ അകത്ത് പോർട്ട് 2ൻ്റെ സെൻസർ ഇവിടെ ചെയ്തിട്ടുണ്ട്, സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസ് ലിങ്കിൽ ഓൾറെഡി ഒബ്ജക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബാക്ക്നെറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടെ ഡിസ്കവർ ചെയ്യാണ് ചെയ്യുന്നത്. ബാക്ക്നെറ്റ് ഒബ്ജക്ട്സ് ഇതിൽ ഡിസ്കവർ ആവും. ഫീൽഡ് സൈഡിൽ എന്ത് തരത്തിലുള്ള ഇത് പോയാലും നമുക്കൊരു നമ്മുടെ ഗ്രാഫിക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കസ്റ്റമർക്കും ക്ലയന്റിനും വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് എൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോട്ട്-റെഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ NG റോക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ടണലിംഗ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഡാഷ്ബോർഡിൽ വരികയാണെങ്കിൽ ഇപ്പം 4 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വണ് ഡയറക്റ്റ് സെൻസർ ആക്ച്വൽ റീഡിങ്, ബാക്ക്നെറ്റ് ഡാറ്റ, KNX ഡാറ്റ. ഫോർത്ത് വണ് മോഡ് ബസ് ഡാറ്റ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റാറ്റസ് ഒരു ക്വിക്ക് ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അലർട്ട് വരും, മോയ്സ്ചർ അലർട്ട്, ടെമ്പറേച്ചർ, ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ വരുന്നതിനനുസരിച്ചുള്ള അലർട്ട്. അതുപോലെ തന്നെ പോർട്ട് ID, ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. pH സെൻസർ, ലക്സ് ലെവൽ സെൻസർ, സോയിൽ സെൻസർ ഉണ്ട്. സോയിലിൻ്റെ ടെമ്പറേച്ചറാണ് നോക്കുന്നത്. പിന്നെ ടോട്ടൽ ഹ്യൂമിഡിറ്റി, റൂം എയർ ടെമ്പറേച്ചർ. ഓരോ 30 സെക്കൻഡിൽ ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഡാഷ്ബോർഡിൻ്റെ ക്ലിക്കബിൾ ലിങ്ക് ഉണ്ട്. അതിൻ്റെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് യൂസ് എന്നുള്ളത്, ഇപ്പോഴത്തെ ഹെൽത്ത് സ്റ്റാറ്റസ്, പിന്നെ 24 hours ഹിസ്റ്ററി. പമ്പിന്റെ കൺട്രോൾ നമുക്ക് വേണമെങ്കിൽ മാനുവലി ഇവിടുന്ന് ചെയ്യാം, പക്ഷെ അത് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ലൈറ്റ് ഡിമ്മർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രോ ലൈറ്റ്, ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ലൈറ്റിംഗ് വേണമെങ്കിൽ കൂടാണ്ട് പമ്പിന്റെ സെറ്റിംഗ്സ്, കുറച്ച് സെറ്റിംഗ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം പമ്പ് ഡ്യൂറേഷൻ എത്ര സെക്കൻഡ് റൺ ആവണം. ഇത് തന്നെ 10 സെക്കൻഡ് തന്നെ ഈ പമ്പ് റണ്ണായിട്ട് ആ പകുതി വെള്ളത്തോളം അതിൻ്റെ അകത്തുനിന്ന് പമ്പ് ചെയ്യാം. എറർ കറക്ഷൻസ് സെറ്റ് ചെയ്യാം. അപ്പൊ ഈ 10 സെക്കൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡ് പമ്പ് റൺ ആകത്തുള്ളൂ. അതിൻ്റെ ഒരു ഹിസ്റ്ററി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് പ്ലാൻസിൽ പോയി കഴിഞ്ഞാൽ ഇത് ക്ലയന്റിന് വേണ്ടിയിട്ടുള്ള ഞാൻ 2 കാറ്റഗറിയിലാണ് ചെയ്യുന്നത്. ക്ലയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്റ്റ് ക്ലയന്റ്, മറ്റേത് കസ്റ്റമർ. അതായത് അവരുടെ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള ഡാഷ്ബോർഡ് അത് വേറെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ ഓരോ പേജും ഇവിടെ നിന്നാണ് ന്യൂ പ്ലാന്റ് ആഡ് ചെയ്യാം. പ്ലാന്റ് ആഡ് ചെയ്യുന്നത് അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആഡ് പ്ലാന്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ മാനേജിന് വേണ്ടിയിട്ടൊരു പേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ മാനേജിൽ പോയിട്ട് ഈ ഇമേജ് ആഡ് ചെയ്യുന്നത് നമുക്ക് പ്രൈമറി സെക്കൻഡറി മാറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് പ്രൈമറി ആക്കാം, ഇത് സെക്കൻഡറി ആക്കാം. ഓരോ ഇമേജ് മൾട്ടിപ്പിൾ ഇമേജസ് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഇൻഫർമേഷൻസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമറിന്റെ മാനേജറിൽ പോയി കഴിഞ്ഞാൽ തന്നെ കസ്റ്റമറിന്റെ പ്രിവ്യൂ പേജ്, ഇത് കസ്റ്റമറിന് മാത്രമുള്ള ഇതായിരിക്കും. കസ്റ്റമർ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും കാണുക. ഇതിന്റെ 3ന്റെ QR റെഡി ചെയ്താണ്, ഇതിന്റെ ചെയ്തിട്ടില്ല. ഇവിടെ ഇത് മാനേജറിൽ പോയി QR ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. ലോക്കൽ IP-യിലേ അത് കണക്ട് ആകത്തുള്ളൂ. ആ QR സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പബ്ലിക്കിൽ ഇപ്പോൾ പുറത്തൊന്നും അവർ ചെക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് പബ്ലിക് URL ജനറേറ്റ് ചെയ്യണമെങ്കിൽ പബ്ലിക് URL ഇവിടെ നമ്മൾ URL കൊടുക്കുന്നു, ജനറേറ്റ് ചെയ്യുന്ന QR കോഡ് ജനറേറ്റ് ചെയ്ത് സേവ് ചെയ്യാം. അപ്പോൾ ഉടനെ ആ QR കോഡിൽ സേവ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നെങ്കിലും പോർട്ടിൽ ഒട്ടിച്ച് വയ്ക്കാം. ഇവിടുന്ന് ഡൗൺലോഡ് PNG കൊടുത്ത് ഞാൻ എടുത്തതിന് ശേഷം പോർട്ടിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അത് കിട്ടും, കസ്റ്റമർക്ക് കിട്ടും. അനലിറ്റിക്സ് ഒന്നും കൊടുത്തിട്ടില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അത് പിന്നെയുള്ള സെറ്റിങ്സിൽ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് പാസ്വേഡ് ചേഞ്ചും, പിന്നെ അഡ്മിൻ അല്ലാണ്ട് വേറെ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ആ യൂസേഴ്സ് എനേബിൾ ചെയ്യണം. അത് എനേബിൾ ചെയ്തിട്ടില്ല. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതും ചെയ്യാൻ പറ്റും. ഇത് LW ആണ്, പ്രോഗ്രസീവ് വെബ് ആപ്ലിക്കേഷൻ. ഇതിൽ പോയെങ്കിലേ കിട്ടത്തുള്ളൂ, കാരണം ഇത് HTTPS ആണ്, അതായത് സെക്യൂർഡ് ആണ്. ഇവിടെ NG റോക്ക് വെച്ചിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ NG റോക്ക് വെച്ചിട്ട് ഈ ഡൊമൈനാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് അങ്ങനെയാണ് ഇത് HTTPS ആകുന്നത്. HTTPS ആക്കിയതിന് ശേഷമാണ് ഇത് ഇൻസ്റ്റാൾ ആക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ PC-യിലേക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ, എവിടെ മൊബൈൽ ഫോണിലാണെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ സെയിം കസ്റ്റമർ ഡാഷ്ബോർഡിനും പ്രോഗ്രസീവ് വെബ് ആപ്പ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നൈറ്റ് മോഡ്, ഡേ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ. ഓട്ടോ റിഫ്രഷ് അടുത്ത 3 സെക്കൻഡിൽ ഓട്ടോ റിഫ്രഷ് ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊന്ന് റിഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡാറ്റാസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഡാറ്റ റിഫ്രഷസ് എവരി 30 സെക്കൻഡിൽ അപ്ഡേറ്റ് ആകും.
ഈ അലർട്ട് ഇവിടെ ആക്റ്റീവ് അലർട്ട് ഇതെല്ലാം അലർട്ടില്ല, നീഡ്സ് അറ്റൻഷൻ, ഇത് ക്രിട്ടിക്കലാണ് ഇതിന്റെ ഡാറ്റ വന്നിട്ട്. ഇത് 68% ആണ് മോയിസ്ചർ. ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രസീവ് വെബ് ആപ്പാണ്. ഒരു നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്ന പോലെ തന്നെ ഇത് ഓപ്പൺ ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രസീവ് വെബ് ആപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യൊന്നും വേണ്ട, നമ്മുടെ ഇതിൻ്റെ വ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇത് എങ്ങനെ നമുക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യാം. ഈ സെൻസേഴ്സ് ചേഞ്ച് ചെയ്യണം, LDR ചേഞ്ച് ചെയ്യണം, ഹ്യൂമിഡിറ്റി സെൻസറും അതൊക്കെ നമ്മുടെ ഹോബി, നമ്മൾ പ്രൊജക്റ്റ് സാമ്പിൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെൻസറുകളിലാണ് ഉള്ളത്. പിന്നെ pH സെൻസർ വേണം, സോയിൽ മോയ്സ്ചർ സെൻസർ വന്നിട്ട് അത് റെസിസ്റ്റീവ് ആണ്, അതിന്റെ കപ്പാസിറ്റി ഹൈ ക്വാളിറ്റി വേണം. എല്ലാത്തിനും ഓരോരോ സെൻസറിനും അതിന്റെ ഹൈ ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് 100 ദിർഹത്തിനടുത്ത് എക്സ്പെൻസ് ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള സെൻസറുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രൊജക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്ന ND ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഈ പൈപ്പ് PVC പൈപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി. പ്രോപ്പറായിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീനും കട്ടറും അതുപോലുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് ND ഗ്യാപ്പും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും.